നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായി 4 ബെഡ്റൂം ഉൾപ്പെടുന്ന പ്ലാനും അതിൻ്റെ 3D എലിവേഷനും 3D ഫ്ലോർ പ്ലാനുമാണ് നോക്കുന്നത്. വീട് ഫേസ് ചെയ്യുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ഈ ഒരു പ്ലാന് വീതി കൂടുതലും നീളം കുറവായിട്ടുള്ള പ്ലോട്ടിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നീളം 860 വീതി 1412 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ 1178 ഫസ്റ്റ് ഫ്ലോർ 427 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. പോർച്ച് 127 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഒരു പ്ലാനിനെ കുറിച്ചും ഈ ഒരു പ്ലോട്ടിനെ കുറിച്ചും പറയാനുള്ളത്. ഇനി നമുക്ക് 3D എലിവേഷൻ കാണാം. ശേഷം ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം 3D ഫ്ലോർ പ്ലാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് പ്രൊജക്റ്റിൻ്റെ എക്സ്റ്റീരിയർ 3D എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടംപററി സ്റ്റൈലിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ഗേബിൾ റൂഫാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സിമെൻറ്റ് ടെക്സ്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് സ്റ്റോൺ ടെക്സ്ചറും കൊടുത്തിട്ടുണ്ട്. കളർ പാറ്റേൺ വരുന്നത് ഗ്രേ വൈറ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു എക്സ്റ്റീരിയർ 3D എലിവേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം 3D ഫ്ലോർ പ്ലാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷമുള്ള 3D ഫ്ലോർ പ്ലാൻ. സിറ്റ് ഔട്ടിലേക്ക് കിടക്കാം. സിറ്റ് ഔട്ടിൻ്റെ വീതി 220 നീളം 154 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ടൊരു ചെയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വോളിൽ 2 പാളിയുടെ ഒരു വിൻഡോ ആണ് വരുന്നത്. ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ തുറന്ന് കയറി വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് റൂമിലേക്കാണ്. ലിവിങ് റൂമിൻ്റെ വീതി 724 നീളം 392 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. ഈ ഭാഗത്ത് വരുന്ന വോളിൽ ഫോട്ടോ ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്ലാന്റ് വരുന്നുണ്ട്. ഇവിടെ 2 ചെയർ കൊടുത്തിട്ടുണ്ട്. പർഗോളാസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 4 സീറ്റർ സോഫയാണ് കൊടുത്തിട്ടുള്ളത്. കോഫി ടേബിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിന് താഴെയായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. ലിവിങ് റൂമിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയറിന് താഴെ, അതായത് സ്റ്റെയറിന് താഴെ കൂടിയാണ് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ വീതി 300 നീളം 300 തന്നെയാണ് വരുന്നത്. 10x10 ബെഡ്റൂമാണ് വരുന്നത്. കിഴക്ക് ഭാഗത്തേക്കാണ് ഈ ഒരു കോട്ടിൻ്റെ ഹെഡ് ബോർഡ് വരുന്നത്. 3 പാളിയുടെ ഒരു വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്ന ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ സ്പേസ് 120x180 വരുന്നത്. നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് കിടക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ബെഡ്റൂമിൻ്റെ വീതി 310 നീളം 300 വരുന്നത്. ഇതും കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് ഹെഡ് ബോർഡ് കൊടുത്തിട്ടുള്ളത്. 3 പാളിയുടെ ഒരു വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്ന ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ സ്പേസ് 110x160 വരുന്നത്. നമുക്ക് തേർഡ് ബെഡ്റൂമിലേക്ക് കിടക്കാം. ഈ ഭാഗത്തായിട്ടാണ് തേർഡ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. തേർഡ് ബെഡ്റൂം 330x360 വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഈ ഒരു കോട്ടിൻ്റെ ഹെഡ് ബോർഡ് വരുന്നത്. 3 പാളിയുടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഈ ഒരു വോളിൽ. അതുപോലെ തന്നെ ഈ വോളിലും 3 പാളിയുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് 160x180. നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ വീതി 270 നീളം 300 സെൻറ്റിമീറ്ററാണ് വരുന്നത്. എൽ ഷേപ്പിലാണ് കിച്ചൺ സ്ലാബ് കൊടുത്തിട്ടുള്ളത്. സ്ലാബിന് താഴെയായിട്ട് ക്യാബിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മുകളിലും കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്യാസും സിങ്കും ഫ്രിഡ്ജും തമ്മിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വർക്ക് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കിച്ചൺ വിൻഡോ 3 പാളിയാണ് വരുന്നത്. വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ 270x190 വരുന്നത്. ഇവിടെ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഡൈനിങ്ങിലേക്ക് വരാം. ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് 412x270 വരുന്നത്. ഇവിടെയാണ്
വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. 2 വാളുകളിലായിട്ട് 3 വാള് വീതം വിൻഡോ റൂമിലേക്ക് കാറ്റും വെളിച്ചം കിടക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കിടക്കാം. ഈ ഒരു സ്റ്റെയർ കയറി വരുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മൾ എത്തുന്നത്. ചെറിയൊരു ഹോള് വരുന്നുണ്ട്. ഹോളിൻ്റെ സ്പേസ് 340x250 വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. 4ാമത്തെ ബെഡ്റൂം ഡൈനിങ്ങിൻ്റെ നേരെ മേളിലാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. 412x270 വരുന്നത്. കാറ്റും വെളിച്ചം കിടക്കാനായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും ഒരു വിൻഡോസ് വരുന്നുണ്ട്. ശേഷം നമ്മുടെ ബാൽക്കണി വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ബാൽക്കണീൻ്റെ സ്പേസ് 362x120 വരുന്നത്. 2 ചെയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഓപ്പൺ ടെറസിലേക്ക് കിടക്കാനുള്ള ഡോറ് വരുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ 3D ഫ്ലോർ പ്ലാനിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. 1650 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടുന്ന പ്ലാനും അതിൻ്റെ 3D എലിവേഷനും 3D ഫ്ലോർ പ്ലാനുമാണ് നമ്മൾ കണ്ടത്. എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, അതായത് പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കയറി കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഫുൾ മെഷർമെൻ്റ് അടങ്ങുന്ന പ്ലാനിൻ്റെ PDF ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചാൽ മതി. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.